ഒരു ഈസി പനീർ ബട്ടർ മസാലയുടെ റെസിപ്പിയാണ്. അപ്പോൾ അത് നമ്മൾ കടായി വെക്കുക. നമ്മൾ 1 സ്പൂൺ ബട്ടർ ഒഴിച്ചിട്ട്, ഞാനിപ്പോൾ സോൾട്ടഡ് ബട്ടറാണ്, അപ്പോൾ അതിൽ കുറച്ച് ഉപ്പുണ്ടാവും. നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ തന്നെ സോൾട്ടഡ് ബട്ടർ ഞാൻ എടുത്തേക്കുന്നത്. അത് 1 സ്പൂൺ എടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുക ചൂടിൽ. ഓക്കെ, അപ്പം ജസ്റ്റ് ബട്ടർ ഒന്ന് എടുക്കുക. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സവോള, കാഷ്യൂ, പിന്നെ നമ്മുടെ മസാലകൾ, പിന്നെ ഇത് നമ്മുടെ ടൊമാറ്റോ, 1 ടൊമാറ്റോ. അപ്പോൾ ബട്ടർ ഉരുകി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്ക, 1 പട്ട, 1 ഗ്രാമ്പു, കുറച്ച് പെരുംജീരകം, ഇത്രയും നമ്മൾ ചേർത്തിട്ടുണ്ട്. കൂടി പോരുതെങ്കിൽ നമ്മുടെ കറിക്കൊരു മസാലയുടെ കുത്തൽ വരും. പിന്നെ ഒരു കുഞ്ഞ് 3 അല്ലി വെളുത്തുള്ളി കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തതും കൂടി നമ്മൾ അതിലൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമ്മുടെ സവോള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവോള ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ. ഉപ്പ് ചേർക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ബട്ടറിൽ അത്യാവശ്യം ഉപ്പുണ്ട്, അപ്പോൾ അതനുസരിച്ച് ഉപ്പ് ചേർക്കുക. അതിനുശേഷം ഒരു വലിയ പീസ് ടൊമാറ്റോ കൂടി ചേർത്തു. അതിനുശേഷം നമ്മൾ പൊടികൾ, അതായത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നമ്മുടെ മുളക് പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂണോളം നമുക്ക് നമ്മുടെ മല്ലിപ്പൊടി ചേർക്കാം. ഗരം മസാല ചേർക്കുന്നില്ല, ഓൾറെഡി മസാല ചേർത്തുകൊണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. മസാലയുടെ കുത്തൽ മാറുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലതായിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ച കാഷ്യൂവും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഓക്കെ, നല്ലൊരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ ഇതെല്ലാം ഒന്ന് പിടിച്ച് ഒന്നാവുമ്പോഴേക്കും നമുക്കിത് മാറ്റി വയ്ക്കാം. തണുക്കാനായിട്ട് നമ്മുടെ ഈ കൂട്ട് ഒന്ന് മാറ്റി വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നല്ലോണം വഴറ്റി നല്ല ആയിട്ടുണ്ട്. നമ്മൾ അതൊന്ന് തണുക്കാനായിട്ട് ഇപ്പം ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പം ഇനി നമ്മുടെ പനീർ, അത് നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ് ഞാൻ എടുത്തത്. പനീർ ജസ്റ്റ് ഒന്ന് ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം. സ്റ്റെപ്പ് ഓപ്ഷണലാണ്, ഫ്രൈ ചെയ്യണമെന്നില്ല, അല്ലാതെ ലാസ്റ്റ് കറിയിൽ ചേർത്താലും മതി. ഞാനൊന്ന് ബട്ടറിലൊന്ന് ഇത് സോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ബട്ടറിൽ കുറച്ച് പനീറിട്ട് അതൊന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട. പിന്നെ അറിയാമല്ലോ, പനീറിനധികം കുക്കിംഗ് ടൈം ഇല്ല. ഒരു 3 to 5 മിനിറ്റ്സ് നോക്കുക. ഓവറായിട്ട് കുക്കായ അതിൻ്റെ ടെക്സ്ചർ പോവും. ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ, ഒന്ന് വേകുന്നവരെ ഒരു മാക്സിമം 5 മിനിറ്റ്സ്. ഇത് ഫ്രോസൺ ആയതുകൊണ്ട് ഒരു 5 മിനിറ്റ്സ് എടുത്തു. അതിൽ കൂടുതലൊന്നും പനീർ നമ്മൾ വേവിക്കാൻ പാടില്ല. അപ്പോൾ പനീർ നല്ലോണം ആ കടായിൽ തന്നെ ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇപ്പോൾ പനീർ ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വരുന്നുണ്ട്. ഞാൻ 2 മുട്ടിയിരുന്നത് സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ച്. ഓക്കെ, അപ്പോൾ അതിങ്ങനെ നല്ലോണം ആകുമ്പം നമ്മളത് നല്ല ഗോൾഡൻ ബ്രൗൺ കണ്ടോ, ഇപ്പോൾ ഒന്ന് കുറച്ചുകൂടെ ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മൾ ഈ പനീർ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഓക്കെ, ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ലോ ഫ്ലെയിം ആക്കി. പനീർ, അപ്പം നമ്മൾ പനീർ പൊതുവേ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. പനീർ ബട്ടർ മസാല ഭയങ്കര പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ളൊരു ഡിഷാണ്. നമ്മൾ വെജിറ്റേറിയൻസ്, ഇപ്പോൾ ചിക്കൻ ഒന്നും കഴിക്കാത്തവർക്ക് നല്ലൊരു പ്രോട്ടീൻ സപ്ലൈ കിട്ടാൻ വേണ്ടിയുള്ള നല്ലൊരു സോഴ്സാണ് പനീർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പനീർ ഇതിപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറായി. അത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നല്ല പ്രോട്ടീൻ റിച്ച് ആണ്. പിന്നെ അറിയാലോ, പനീർ നമ്മുടെ ഡയറി പ്രോഡക്റ്റാണ്. നമുക്കിത് വീട്ടിൽ പനീർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പം നമ്മളത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ച നമ്മുടെ നേരത്തെ നമ്മൾ വഴറ്റിയെടുത്ത സംഭവമില്ലേ, നമ്മുടെ സവാള, അത് ആദ്യം കാണിച്ച ആ കൂട്ട്, അത് മിക്സിയിൽ തണുത്തതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം അതേ കടായിലോട്ട് നമ്മുടെ ആ മിശ്രിതം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ചെറിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഭയങ്കര ടേസ്റ്റിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഇതിൽ ചേർക്കാം, പക്ഷേ അതായത് നമ്മുടെ കസൂരി മേത്തിയും കൊറിയാൻഡർ ലീഫും വേണം. അതിപ്പോൾ എൻ്റെ ഇല്ല. ഓക്കെ, സോ വെള്ളം കൂടെ ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് നല്ലോണം വേവിക്കുക. നമ്മൾ പനീർ ബട്ടർ മസാല നമ്മുടെ നാട്ടിൽ അധികം ഇപ്പോൾ ഒത്തിരി പേര് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, സോ അതിപ്പോൾ ആയി വന്നിട്ടുണ്ട്, തിള വന്നു. അപ്പോഴേക്കും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പനീർ അതിലേക്ക് മെല്ലെ ചേർത്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കൊറിയാൻഡർ ലീഫും കസൂരി മേത്തി എന്ന് പറയുന്ന ഫെനുഗ്രീക്ക് ലീഫാണ്, നമ്മുടെ ഉലുവയുടെ ഇലയാണ്. അത് 2 കൂടെ ചേർത്താൽ നല്ലൊരു ഫ്ലേവർ വരും. അത് 2 ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായില്ല. പിന്നെ ആദ്യം നമ്മൾ വഴറ്റിയിൽ ഒരു പച്ചമുളക് കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം.
അപ്പം നമ്മുടെ ഡിഷായിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് തിള വന്ന് മസാലയൊക്കെ പിടിക്കുന്നവരായിരിക്കും. കണ്ടോ നല്ല കുറുകി നല്ല സെറ്റായിട്ടുണ്ട്. കറക്റ്റ് നമ്മുടെ ആ റെസ്റ്റോറൻറ്റ്സിലെ സൂപ്പർ ടെക്സ്ചർ ആയിട്ടുണ്ട്. അടിപൊളി. താങ്ക് യു.